ഹായ് കേരറ്റ് ജയ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുട്ടികളെ, നിങ്ങളും 2025 വരാൻ പോകുന്ന SSCGDക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് ആണോ എങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക. ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും വരാൻ പോകുന്നത്, എക്സാം പാറ്റേൺ എന്താണ്, എക്സാം എപ്പോഴായിരിക്കും നടക്കാൻ പോകുന്നത്, ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. നിങ്ങളും 2025 SSCGDക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ എടുത്താൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് SSCGDക്കാണ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. ന്യൂസ് പേപ്പർ എടുത്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പാരാമിലിറ്ററി എന്ന് പറയുന്ന ഒരു പേര്. പാരാമിലിറ്ററി എന്ന് പറയുന്നത് SSCGD എന്ന് പറയുന്ന ഒരു ജോബുമായിട്ട് ഈക്വൽ തന്നെയാണ്. ഈ SSCGDയുടെ അണ്ടറിൽ വരുന്ന ഫോഴ്സുകളെല്ലാം തന്നെ പാരാമിലിറ്ററിയിൽ പെടുന്നതാണ്. അതിൽ BSF വരും, CRPF വരും, CISF വരും, ITBP, SSB എന്നിവ പോലുള്ള 8 ഫോഴ്സുകളുണ്ട്. ഇതെല്ലാം തന്നെ പാരാമിലിറ്ററി അണ്ടറിൽ വരുന്നതാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും ഒത്തിരി കുട്ടികൾ ആഗ്രഹിക്കുന്നതാണ് ഈ ഓരോ ഫോഴ്സിലേക്കും പോകാനായിട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റും എക്സാമിൻ്റെ അപ്ഡേറ്റും എക്സാം പാറ്റേണും എല്ലാം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു വീഡിയോയിൽ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പല കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റാണ്. പാരാമിലിറ്ററിയിൽ ജോലി കിട്ടിയതിന് ശേഷം, പാരാമിലിറ്ററി എന്ന് പറഞ്ഞാൽ BSF, CRPF, CISF, ITBP എന്നീ ഫോഴ്സിലേക്ക് ജോലി കിട്ടിയതിന് ശേഷം നമുക്ക് NSC കമാൻഡർ ആകാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻഡിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഫുൾ കാണാൻ പരമാവധി നിങ്ങൾ ട്രൈ ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടതാണ് SSCGD 2025 നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചിട്ട്. SSCGD ആൾറെഡി ഒരു കലണ്ടർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2025 ജനുവരി മന്തോടെ. പക്ഷേ ആ ഒരു കലണ്ടർ SSC റിവൈസ് ചെയ്തിട്ട് ഒരു ന്യൂ കലണ്ടർ അപ്ഡേറ്റ് ചെയ്ത് ആ ഒരു ന്യൂ കലണ്ടറിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സാം ഡേറ്റ് എപ്പോഴായിരിക്കും, നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച്. ആദ്യം അപ്ഡേറ്റ് ചെയ്ത കലണ്ടറിനെ കാട്ടി 1 മന്ത് മുന്നേ ആണ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. വേക്കൻസിയും എന്തായാലും 50,000+ കാണും. ഏതെങ്കിലും ഒരു ഫോഴ്സിലേക്ക് മാത്രം 50,000 വേക്കൻസി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. മറ്റേത് ഫോഴ്സിൻ്റെ കാര്യം എടുത്താലും അവിടെ എല്ലാം വേക്കൻസി 1,000, 2,000, 200 എന്നീ രീതിയിലാണ് വരുന്നത്. പക്ഷേ SSCGയുടെ കാര്യത്തിലോ 50,000+ ആണ് വരുന്നത്. വേക്കൻസി നല്ലപോലെ ഉണ്ട്. 10ാം ക്ലാസ് മാത്രം പാസ്സായാൽ മതി. ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുട്ടികൾ, ഇത് ലേറ്റസ്റ്റ് കലണ്ടറാണ്. SSC റിവൈസ് ചെയ്ത കലണ്ടറാണ്. ഈ ഒരു കലണ്ടറിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, 2025, 26 ഈ ഒരു കലണ്ടറിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് SSCGയുടെ എക്സാം വരാൻ പോകുന്നതും നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. നോക്കൂ കുട്ടികളെ, ഒക്ടോബർ 25, 2025 ഒക്ടോബർ മന്തോടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഫോം ഫിൽ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2025 നവംബർ ആയിരിക്കും. നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ജനുവരി, ഫെബ്രുവരി മന്തിലായിരിക്കും. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പതുക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും. ചിലപ്പോൾ ഒക്ടോബർ ഫസ്റ്റ് വീക്ക്, ചിലപ്പോൾ ഒക്ടോബർ ലാസ്റ്റ് വീക്ക്. ഒക്ടോബർ ലാസ്റ്റ് വീക്കിലാണ് വന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നവംബർ ലാസ്റ്റ് വീക്കോടെ ഫോം ഫില്ലിംഗ് ക്ലോസ് ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ എക്സാം എന്ന് പറഞ്ഞാൽ ജനുവരി ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക്. അതിനിടയിൽ എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് അതിൻ്റെ അപ്ഡേറ്റ് എല്ലാം ആൾറെഡി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ SSC ഔട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യം മനസ്സിലായി. SSCGD 2025 നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ഒക്ടോബറിലാണ്. ഫോം ഫില്ലിംഗ് ലാസ്റ്റ് ഡേറ്റ് വരാൻ പോകുന്നത് നവംബർ എൻഡോടായിരിക്കും. ഏതെങ്കിലും ഒരു ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് മിനിമം 30 ഡേയ്സ് ലഭിക്കുന്നതായിരിക്കും ഫോം ഫില്ല് ചെയ്യാനായിട്ട്. അതിനുശേഷം എക്സാം വരാൻ പോകുന്നത് ജനുവരി, ഫെബ്രുവരി മന്തോടായിരിക്കും. ഇനി നമുക്ക് 2025-26 SSCGയുടെ എക്സാം പാറ്റേൺ എന്തായിരിക്കും നോക്കാം. അതുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാമിന് എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത്. എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഫിസിക്കൽ പാസ്സായാൽ മതി. ഫിസിക്കൽ പാസ്സായാൽ പിന്നെ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് എക്സാമിന് നമ്മൾ നല്ലപോലെ ഫോക്കസ് ചെയ്യണം, ഫിസിക്കലിനെയും ഫോക്കസ് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് കമ്മിങ് വീഡിയോസിൽ. പക്ഷേ ഇനിഷ്യൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാലും ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാലും റിട്ടൺ എക്സാമാണ്. അത് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ ഒരു വീഡിയോയിൽ ഞാൻ സെലക്ഷൻ പ്രോസസ്സും ഷെയർ ചെയ്യുന്നുണ്ട്. നോക്കൂ കുട്ടികളെ, റീസണിങ്ങിൽ നിന്ന് ടോട്ടൽ 20 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ടോട്ടൽ 40 മാർക്സ്.
മാർക്സ്, ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത്. GK നിന്ന് 20 ക്വസ്റ്റ്യൻ 40 മാർക്സ്, എലിമെൻ്ററി മാത്തമാറ്റിക്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ 40 മാർക്സ്, ഇംഗ്ലീഷിൽ നിന്ന് ടോട്ടൽ 20 ക്വസ്റ്റ്യൻ 40 മാർക്സ്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് അവിടെ 60 മിനിറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. ടോട്ടൽ 80 ക്വസ്റ്റ്യനാണ് വരാൻ പോകുന്നത്. 160 മാർക്സിൻ്റെയാണ് എക്സാം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് എക്സാം പാറ്റേണിനെ കുറിച്ചിട്ട്, സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. ഈ ഓരോ സബ്ജക്റ്റിൻ്റെയും സെപ്പറേറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സിലബസിനെ കുറിച്ച്. ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മസ്റ്റായിട്ടൊന്ന് മെൻഷൻ ചെയ്യുക, ഒരു കമൻറ്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാം പാറ്റേൺ മനസ്സിലായി. ഇനി നമുക്ക് SSCGD 2025 സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഇതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുട്ടികളെ, നിങ്ങളുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിട്ടൺ എക്സാം ആണ്. ഫോം ഫില്ലിംഗ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിട്ടൺ എക്സാം ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, ഓൺലൈൻ എക്സാം ആണ് വരാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഒരു കട്ട് ഓഫ് വരുന്നതായിരിക്കും, ഫസ്റ്റ് കട്ട് ഓഫ്. ആ ഒരു കട്ട് ഓഫ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരികയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ PT ആൻഡ് PST ആണ്. PT എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, PST എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. ഇവിടെ നിങ്ങളുടെ 5 കിലോമീറ്റർ റണ്ണിങ്ങും പിന്നെ വരാൻ പോകുന്നത് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ചെസ്റ്റും എല്ലാം ചെക്ക് ചെയ്യലാണ്. അതാണ് നിങ്ങളുടെ PT ആൻഡ് PST എന്ന് പറയുന്നത്. അത് പാസ്സായാൽ ഉടനെ തന്നെ നിങ്ങൾ DM ആൻഡ് RME ആണ്. DM എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ, RME എന്ന് പറഞ്ഞാൽ റീമെഡിക്കൽ എക്സാമിനേഷൻ. ഇതാണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം DV ആണ്. DV എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും. ആ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. കുട്ടികളെ, ഇതാണ് നിങ്ങളുടെ ഫുൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ SSCGD 2025. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും, ഫോം ഫില്ലിംഗ് എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ആവുന്നത്, ലാസ്റ്റ് ഡേറ്റ് എപ്പോഴായിരിക്കും, അതേപോലെ എക്സാം എപ്പോഴായിരിക്കും വരാൻ പോകുന്നത്, സെലക്ഷൻ പ്രോസസ്സ് എന്താണ്, എക്സാം പാറ്റേൺ എന്താണ്. ഇതനുസരിച്ച് നമ്മുടെ ആന ഡിഫൻസ് അക്കാഡമിയിൽ SSCGD 2025 ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിലും ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ പ്ലാറ്റ്ഫോമിലെ പ്രീവിയസ് ഇയറിലെ റിസൾട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ആ ഓരോ റിസൾട്ടും നിങ്ങൾക്കൂടെ കാണാവുന്നതാണ്. കഴിഞ്ഞ വർഷം സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ പേരും അവരുടെ ലിസ്റ്റും എല്ലാം തന്നെ. SSCGD 2024 കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് പാരാമിലിറ്ററിയിലേക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ പറ്റിയ ഒരു അക്കാഡമി എന്ന് പറഞ്ഞാൽ ആന ഡിഫൻസ് അക്കാഡമിയാണ്. 40+ കാൻഡിഡേറ്റ്സ് ആണ് ഇവിടെ നിന്ന് ഈ വർഷം ട്രെയിനിങ്ങിനായിട്ട് പോയിരിക്കുന്നത്. അതും ഒറ്റ ഒരു ബ്രാഞ്ചിൽ നിന്ന് മാത്രമാണ് ഇത്രയും കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നതും. ഇവിടെ നിന്ന് തന്നെയാണ് ഇത്രയും കുട്ടികളും റിട്ടൺ എക്സാം പഠിച്ചതും ഫിസിക്കൽ അറ്റൻഡ് ചെയ്തതും മെഡിക്കൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്തതും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. അതിപ്പോൾ റിട്ടൺ എക്സാമിൻ്റെ കാര്യമാണെങ്കിലും ഫിസിക്കലിൻ്റെ കാര്യമാണെങ്കിലും മെഡിക്കൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്തായിരിക്കും നിങ്ങൾ ഫൈനൽ സെലക്ഷൻ വരെ കൊണ്ടെത്തിക്കുന്നത്. ഈ കുട്ടികളെല്ലാം ഇപ്പം തന്നെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. എല്ലാവരും പല പല ഫോഴ്സിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഇത്രയും കുട്ടികളാണ് ഈ വർഷം ഇവിടെ നിന്ന് ട്രെയിനിങ്ങിനായിട്ട് പോയിരിക്കുന്നത്. 40+ കാൻഡിഡേറ്റ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അല്ലാതെ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഫ്രീ വീഡിയോ സെഷൻ കണ്ടിട്ടും 25+ കാൻഡിഡേറ്റ്സ് ഈ വർഷം പാരാമിലിറ്ററിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ അപ്ഡേറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കാണാവുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അവരുടെ അപ്ഡേറ്റ് എല്ലാം കാണാവുന്നതാണ്. നിങ്ങളും 2025 SSCGയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ലപോലെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്ലാറ്റ്ഫോം നല്ല സ്ട്രോങ് അല്ല, നിങ്ങൾക്ക് നല്ല ബേസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. SSCGD 2025-26 ഓൺലൈൻ ക്ലാസ്സാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 2nd വീക്കോടായിരിക്കും. ജൂലൈ 2nd വീക്കോടായിരിക്കും നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള ഓൺലൈൻ ക്ലാസ് മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡെയിലി ലൈവ് ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും, റെക്കോർഡഡ് ക്ലാസ് ലഭിക്കും. SSCGDക്ക് തയ്യാറെടുക്കുന്ന കൂടുതലും കുട്ടികളും പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ റെക്കോർഡഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അതാത് ദിവസങ്ങളിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് ഇഷ്ടമുള്ള സമയത്ത് കയറി കാണാവുന്നതുമാണ്. പിന്നെ 100+ മോക്ക് ടെസ്റ്റുമാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. എത്രയാണ് കുട്ടികളെ? നിങ്ങൾക്ക് ഇവിടെ നിന്ന് 100+ മോക്ക് ടെസ്റ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് PVQ സെഷൻ ഉണ്ട്, ഫുൾ മോക്ക് ടെസ്റ്റ് ഉണ്ട്, മിനി മോക്ക് ടെസ്റ്റ് ഉണ്ട്, എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫിസിക്കൽ ട്രെയിനിങ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എക്സാം പാസ് ആയതിനു ശേഷം. ടോട്ടൽ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ 2500 രൂപയാണ്. ഓൺലൈൻ കോഴ്സ് ഫീസാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സുകൾ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പ്രോപ്പർ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതായിരിക്കും. ഫൈനൽ റിവിഷനും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റ്
തന്നെ 100% കുട്ടികളെ. അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്, എത്ര മോക്ക് ടെസ്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, എത്ര നല്ലപോലെ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു പ്രിപ്പറേഷൻ ലഭിക്കുന്നതെന്ന്. ഇതോടൊപ്പം കുട്ടികളെ BSF HCM ആൻഡ് ASയുടെ ക്ലാസ്സുകളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, മോക്ക് ടെസ്റ്റ്, മെഡിക്കൽ അവയർനെസ്, ടോട്ടൽ കോഴ്സ് ഫീസ് 4000 rupees ആണ്. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് BSF HCM ആൻഡ് ASയ്ക്കുള്ള ഫിസിക്കൽ പാസ്സായിട്ട് റിട്ടൺ എക്സാമിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. കുട്ടികളെ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. വളരെ കുറച്ച് ചാൻസുകളാണ് മിക്ക കുട്ടികൾക്കും ലഭിക്കുന്നത്. ഫൈനൽ ഓപ്ഷനാണ് മിക്കവർക്കും SSGD എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടുന്ന ചാൻസ് നല്ലപോലെ നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ചാൻസ് മിസ്സാവാതിരിക്കാൻ നമ്മുടെ ടീം നല്ല രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.